السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين وصلى الله وسلم الله على سيد المرسلين وعلى آله وصحبه أجمعين ثم أما بعد പരിശുദ്ധ ഖുർആനിലെ അൽ-നൂർ അധ്യായത്തിൻ്റെ 57-ാമത്തെ 58-ാമത്തെ 59-ാമത്തെ ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് പറയുന്നത്. അതായത് അപ്പോൾ അതൊന്ന് ഉണർത്തേണ്ടതുണ്ട്. കഴിഞ്ഞ രണ്ടായത്തുകളിലായി പറഞ്ഞത് കുട്ടികൾ, അടിമ സ്ത്രീകൾ, അടിമ പുരുഷന്മാർ, അവർ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ആൾക്കാരാണ്, നമുക്കറിയാം. അവർ നമ്മുടെ സ്വകാര്യതകളിലേക്ക്, മുതിർന്നവരുടെ സ്വകാര്യതകളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് 3 സമയങ്ങളിൽ. ആ 3 സമയങ്ങളിൽ അവർ സമ്മതം ചോദിച്ച് അനുമതി മേടിച്ച് മാത്രമേ അവരുടെ റൂമിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യതകളിലേക്ക് കടന്നു വരാൻ പാടുള്ളൂ എന്നാണ് അള്ളാഹു ആ ആയത്തിൽ പറഞ്ഞത്. അതേസമയം ആ പറഞ്ഞതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, ഉദ്ദേശം എന്താണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൂടി പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, കുട്ടികൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള മുതിർന്ന ആൾക്കാർ ഏത് സമയവും സമ്മതം ചോദിച്ചിരിക്കണം, അനുമതി ചോദിച്ചിരിക്കണം, വാങ്ങിയിരിക്കണം എന്ന ആ നിയമം അവർക്ക് ബാധകമായി തീരും എന്നാണ് അല്ലാഹു അടുത്ത ആയത്തിൽ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഇതിൻ്റെ മോട്ടീവ്, ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് ഉണ്ടോ? അവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആകർഷണം, സ്ത്രീ ആകർഷകയാണെന്ന് നമ്മൾ പറഞ്ഞു. സ്ത്രീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കഴിവും പ്രത്യേകതയും ദാനവുമാണ് അവളുടെ അഴകും അവളുടെ സൗന്ദര്യവുമെല്ലാം എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അത് മറ്റുള്ളവർ കാണുക, മറ്റുള്ളവർ അത് ആസ്വദിക്കുക എന്നൊരു സാഹചര്യം ഉണ്ടാവരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം സ്ത്രീകൾ തന്നെ, എല്ലാ സ്ത്രീകളും അത്തരം ഒരു പരിസരത്ത് ജീവിക്കുന്നവർ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. പിന്നെ അള്ളാഹു ആ കാര്യത്തിലേക്കാണ് ഇനി അടുത്ത ആയത്തിൽ പറഞ്ഞത്. ആ ആയത്തിൽ വൽഖവാഇദു മിനൻ നിസാഇ അല്ലാതി ലാ യർജൂന നികാഹാ فليس عليهن جناح أن يضعن ثيابهن غير متبرجات بزينة وأن يستعففن خير لهن والله سميع عليم. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൃദ്ധകളായ സ്ത്രീകളെ കുറിച്ചാണ്. അതായത് വിവാഹ ജീവിതം എന്ന ഒരു പ്രതീക്ഷ ഇല്ലാത്ത വൃദ്ധകളായ സ്ത്രീകൾ, വയസ്സായ സ്ത്രീകൾ, അവർക്ക് അവരുടെ മേൽ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കുന്നതിൽ, ഇപ്പം നമ്മളെ നാട്ടിലെ സംസ്കാരം വെച്ചാൽ പർദ്ദ അഴിച്ചിടുന്നതിൽ കുഴപ്പമില്ല. പർദ്ദയുടെ അടിയിലുള്ള വസ്ത്രങ്ങൾ അഴിച്ചിടാൻ പാടില്ല, അത് വൃദ്ധകളാണെങ്കിലും പാടില്ല. അതേസമയം വൃദ്ധകളാണ് എങ്കിൽ അവർ അലങ്കാര പ്രകടനം എന്ന ഉദ്ദേശത്തോടുകൂടെയല്ലാതെ, അതായത് അടിയിലെ മാക്സി അല്ലെങ്കിൽ അടിയിലെ ചുരിദാർ അത് കാണിക്കാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടുകൂടെ അല്ലാതെ, ചൂടാണ് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയാണ്, വീട്ടിൻ്റെ ഉള്ളിലാവുമ്പോഴും പർദ്ദ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമാണ് എന്നൊക്കെ തോന്നുന്ന ആൾക്കാർ, അവർ അങ്ങനത്തെ ആൾക്കാർ, അവർക്ക് വേണമെങ്കിൽ മേൽ വസ്ത്രങ്ങൾ എന്ത് ചെയ്യാം, അഴിച്ച് വെക്കാം. പക്ഷേ ഇങ്ങനെയാണ്, അത് ഒരു അലങ്കാരമായി കരുതാൻ പാടില്ല. പിന്നെ അതോടൊപ്പം അല്ലാഹു പറയാം, ഫലൈസ അലൈഹിന്ന ജുനാഹുൻ, അവർക്ക് കുറ്റമില്ല, അൻ യളഅന തിയാബഹുന്ന, അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കൽ. അവിടെ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ മുഴുവനും അല്ല, മറിച്ച് മേൽ വസ്ത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഗൈറ മുതബർരിജാത്തിൻ ബിസീനത്തിൻ, അലങ്കാരത്തിന് വേണ്ടി, അലങ്കാര പ്രകടനത്തിന് വേണ്ടിയല്ല.
മാത്രമല്ല, എന്നിട്ട് അള്ളാഹു അതിനോടൊപ്പം പറയാണ് ഉണ്ടോ, അവരുടെ ആ ഒരു നഗ്നത കാത്തു സൂക്ഷിക്കുന്നതാണ് അവർക്ക് എപ്പോഴും ഹൈർ. വയസ്സായല്ലോ എന്ന് കരുതി ഒക്കെ പാടെ തുറന്നിടാൻ പാടില്ല. അവരുടെ പിന്നെ ലജ്ജാശീലമൊക്കെ ഉണ്ടാവുള്ളൂ, അതൊക്കെ കാത്തു സൂക്ഷിക്കുന്നത് തന്നെയാണ് അവർക്ക് ഉത്തമം. അള്ളാഹു അള്ളാഹു സമീഉൻ, എല്ലാം കേൾക്കുന്നതാണ്, അലീമുൻ, എല്ലാം അറിയുന്നതാണ്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് വൃദ്ധകളായ സ്ത്രീകളുടെ കാര്യമാണ്. വൃദ്ധകളായ സ്ത്രീകളിലേക്ക് സ്വാഭാവികമായും ആകർഷണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ തീവ്രമായ ഒരാകർഷണം ഉണ്ടാവില്ല. അതുകൊണ്ട് പക്ഷേ അവർക്ക് ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലാണെങ്കിൽ പോലും അഴിച്ചിടാൻ പാടില്ല എന്നാണ് പറയുന്നത്. മറിച്ച് അവരുടെ മേൽവസ്ത്രങ്ങൾ അവർക്ക് അഴിച്ചിടും, അവരുടെ മേൽവസ്ത്രങ്ങൾ അഴിച്ചിടും. അതേസമയം മേൽവസ്ത്രങ്ങൾ അഴിച്ചിടാമെന്ന് പറയുമ്പോഴും അള്ളാഹു പറയുന്നത് എന്താണ്? അവരുടെ പെണ്ണ, അല്ലെങ്കിൽ അവരുടെ ലജ്ജാശീലം. ലജ്ജ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സമ്പത്താണ്. ഒരു പെണ്ണ് ഒരു ആണിനോട്, ആണുങ്ങൾ തട്ടിക്കയറി സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങിയാൽ സത്യത്തിൽ അത്തരം പെണ്ണുങ്ങളോട് പുരുഷന്മാർക്കൊരു മാനസികമായ ഇഷ്ടവും അതൊന്നും തോന്നില്ല എന്നാണ്. അതൊക്കെ അതിൻ്റെ ഒരു പ്രകൃതിപരമായ കാര്യമാണ്. നമുക്ക് ആലോചിച്ചറിയാം. പെണ്ണ് ഇങ്ങനെ നാണം കുണുങ്ങി ഒന്ന് ഒളിച്ചു പിടിച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു നാണത്തോടു കൂടി ജീവിക്കുന്ന ആളായിരിക്കും. നാണമില്ലാതെ ജീവിക്കുന്ന ഒരു പെണ്ണിന് ശരിക്കും ലൈംഗികമായ മൂല്യം പോലും ഉണ്ടാവില്ല എന്നാണ് മനഃശാസ്ത്രം പോലും പറയുന്നത്. നമ്മുടെ അനുഭവം എന്താണെന്ന് അത് പറയുന്നുണ്ട്. അപ്പം ഇവിടെ പറയുന്ന കാര്യം ഇതാണ്. സ്ത്രീകൾ, വയസ്സായ സ്ത്രീകൾ, അവർ മേൽവസ്ത്രം അവർ കഴിച്ചിടാം അങ്ങനത്തെ സുരക്ഷിതമായ സ്ഥലത്ത്, എങ്കിൽ പോലും അവരുടെ ആ ഒരു ലജ്ജാശീലം അത് കാത്തു സൂക്ഷിക്കുന്നതാണ് എപ്പോഴും ഹൈറുള്ളത്. ഒരു പെണ്ണിന് എപ്പോഴും ആകർഷണം വേണം. അത് പെണ്ണിൻ്റെ മുതൽ മറ്റുള്ളവരുടെ ആകർഷണമാണ്, ജാതിബീയത, അതാണ് ശരിക്കും. മാത്രമല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ലജ്ജ എന്നൊക്കെ പറയുന്നത്. ലജ്ജയാണ് ശരിക്കും കാമത്തിൻ്റെ സ്രോതസ്സ്. ലജ്ജയുണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ലജ്ജയോടുകൂടെ ഉള്ള ഒരു സമീപനം ഉണ്ടാകുമ്പോഴാണ് പെണ്ണിൽ ലൈംഗികത ഉണ്ടാവുക. ആ ലൈംഗികതക്ക് അതിൻ്റെതായ ആ ഒരു വലിയ ആകർഷിക്കാനുള്ള കഴിവ് ഉണ്ടാവുക അപ്പോഴാണ്. അപ്പം ഈ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം അതാണ്. വൃദ്ധകളായ സ്ത്രീകൾക്ക് വിട്ടുവീഴ്ചയുണ്ട്. അതേസമയം അവരുടെ അലങ്കാര പ്രകടനവും സൗന്ദര്യ പ്രദർശനവും അതൊന്നും ഉണ്ടാവില്ല. കിഴവികൾ പോലും ബലാത്സംഗം ചെയ്യുന്ന കാലമാണ് നമ്മുടെ കാലം. നമ്മുടെ സമൂഹ പശ്ചാത്തലം അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ വൃദ്ധ പീഡിപ്പിക്കപ്പെട്ടു, അത് അങ്ങനെ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ ആർക്കും കഴിയില്ല. കാരണം അതൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ, ഇതൊരു സത്യമാണ്. അതുകൊണ്ട് വൃദ്ധകളാണെങ്കിൽ തന്നെയും അവരവരുടെ ലജ്ജയും അവരുടെ ആ ഒരു ഒളിയും മറയും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ എപ്പോഴും കാത്ത് സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് കിഴവികൾ പോലും അതൊക്കെ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. അതേസമയം സാമുദായികമായി മറ്റൊരു കഴിവുണ്ട്. യുവതികൾ അർദ്ധനഗ്നരായും അർദ്ധയില്ലാതെയാണ് നടക്കും. അതായത് ചെറുപ്പപ്രായത്തിൽ പെണ്ണുങ്ങൾ, അതൊരു വിരോധാഭാസമാണ്, ഒരു വൈരുദ്ധ്യമാണ് ശരിക്കും. സമൂഹത്തിൽ നമ്മൾ ഇസ്ലാമികമായ സംസ്കാരത്തിൻ്റെ ഓരത്ത് ചേർന്നുകൊണ്ട് ചിന്തിക്കുകയും അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പറയാം. സമൂഹത്തിലൊരു വൈരുദ്ധ്യമുണ്ട്. എന്താ? ഏറ്റവും അധികം ഒരു പെണ്ണ് ആകർഷണത്തിന് വിധേയമാവുക അവളുടെ കൗമാരകാലം അല്ലെങ്കിൽ കുട്ടിക്കാലം, ഇങ്ങനെ തുടങ്ങിയ കാലം. കുട്ടിക്കാലമല്ല, വളരെ ചെറിയ കുട്ടിക്കാലമല്ല, ശൈശവം കടന്ന് കൗമാരത്തിലേക്ക് കിടക്കുന്നത്, നമ്മൾ മധുര 17 എന്നൊക്കെ പറയുന്ന കാലം. അതേപോലെ തന്നെ നമ്മളൊരു 20 വയസ്സ്, 25 വയസ്സ്, 30 വയസ്സ്, 35 വയസ്സ്, അങ്ങനെ യൗവന യുക്ത എന്ന് പറയുന്നൊരു കാലമുണ്ടല്ലോ. ആ കാലത്ത് ശരീരത്തിൻ്റെ മനോഹരമായ ഭാഗങ്ങൾ വേണ്ട വിധത്തിൽ മറക്കാതെ സ്ത്രീകൾ നടക്കും. പിന്നെ ഈ പർദ്ദയും ഹിജാബും ഇതെല്ലാം ധരിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? കുറേ വയസ്സായി കഴിയുമ്പോൾ.
അത് ശരിക്കും നല്ലൊരു കീഴ്വഴക്കം കൊണ്ടല്ല, മറിച്ച് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പണ്ടേ അങ്ങനെ ഹിജാബിലും പർദ്ദയിലുമായി ജീവിക്കുന്ന അങ്ങനെയുള്ള സംസ്കാരത്തിൽ വളർന്നവരും വളർത്തപ്പെട്ടവരുമായ പെണ്ണുങ്ങളുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷേ അതേസമയം വലുതായാൽ മാത്രം പർദ്ദയിലേക്ക് മാറുന്ന ചില സ്ത്രീകളുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ, നിരൂപിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൻ്റെ ആകർഷകമായ ഭാഗങ്ങൾ മറക്കുക എന്നുള്ള ഉദ്ദേശത്തിനേക്കാളേറെ അങ്ങനെ ചെയ്യുന്ന ആൾ പർദ്ദ ധരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് എന്താണെന്നറിയാമോ? ഒരു ഉദ്ദേശം, ഒരു ഇൻറ്റൻഷൻ എന്താണെന്ന് അറിയാം, അള്ളാഹു ആലം, നമുക്കറിയില്ല. പക്ഷേങ്കിലും എന്താണ് അവരുടെ ഉദ്ദേശം എന്നറിയാമോ? തൻ്റെ വൈകൃതം അല്ലെങ്കിൽ തന്നെ വേണ്ട പോലെ കാണാൻ കൊള്ളാത്തൊരവസ്ഥയിലായിരിക്കുന്നു, ശരീരമൊക്കെ ചുക്കിച്ചുളുങ്ങി പോയിരിക്കുന്നു, സൗന്ദര്യമൊക്കെ പടിയിറങ്ങി കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അത് ഇനി ആരും കാണാതിരിക്കാൻ വേണ്ടി ഞാൻ പർദ്ദ ഇടുകയാണ്, വലിയ മുഖമക്കൻ ഇടുകയാണ്, അല്ലെങ്കിൽ ഹിജാബ് ധരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ആ പർദ്ദയുടെ അലങ്കാരത്തെ തൻ്റെ അലങ്കാരരാഹിത്യത്തിന് മറവടിപ്പിക്കാനുള്ള ഒരു ശ്രമം, അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നുകൂടെയുള്ള ഒരു ആശയം ഇവിടെ നമുക്ക് നൽകുന്നുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ പറയുമ്പോൾ ഇനി ആ വിഷയത്തിൽ ഉള്ള മറ്റു ചില കാര്യങ്ങളുണ്ട്. കാഴ്ചയാണല്ലോ പ്രശ്നം, കാഴ്ച തന്നെയാണ് പ്രശ്നം. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ അറിയാം? അന്നളുറു സഹുമുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. കാഴ്ച തന്നെയാണ് പ്രശ്നം. കാഴ്ച നമുക്ക് ഇന്ദ്രിയങ്ങൾ 5 ഉണ്ട്. പക്ഷെ ഒരു കണ്ണ് എന്ന ഇന്ദ്രിയത്തിനാണ് ലൈംഗിക വികാരത്തോട് ഏറ്റവും വലിയ ബന്ധം. നമ്മളൊരു സുന്ദരിയെ കാണുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു സുന്ദരിയെ കുറിച്ച് നമ്മളിങ്ങനെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നതിനേക്കാൾ വലിയ ഒരു മാനസികമായ ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കാണും. ഇപ്പോൾ കാഴ്ച അതുകൊണ്ട് വിശ്വാസവാദങ്ങൾ പറഞ്ഞത് പിശാചിൻ്റെ അമ്പുകളിൽ വിഷലിപ്തമായ ഒരു അമ്പാണ് നോട്ടം. അതുകൊണ്ട് ഇനിയിപ്പോൾ സംഗതി വശാൽ ഒരു വിശ്വാസിയായ ആൾ ഒരു കാണാൻ പാടില്ലാത്ത സ്ഥലം കണ്ടു, അല്ലെങ്കിൽ അവിടേക്ക് നോക്കേണ്ടി വന്നു എങ്കിൽ പോലും അതായത് വിശ്വാസമാതങ്ങൾ പറഞ്ഞ അതാണ്. അതായത് കണ്ടിടത്തേക്ക് പിന്നെയും കാണാൻ പാടില്ലാത്ത കണ്ടാൽ തന്നെ പിന്നെയും അത് കാണാൻ പാടില്ല. അത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവിടെ വേറെ വിഷയം, കണ്ണ് കാണാത്ത ആൾ, അതുപോലെ തന്നെ തുടങ്ങിയ വൈകല്യങ്ങളുള്ള ആൾ, അങ്ങനത്തെ ആൾക്കാരോ അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ് അവിടെ. അപ്പം അത് കാഴ്ച എന്നുള്ളതല്ല, മറിച്ച് ഇപ്പോൾ അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ കാര്യങ്ങളിലൊക്കെ തന്നെയും വൈകല്യമുള്ളവർക്ക് ഇളവുണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതേസമയം കണ്ണ് കാണാത്ത ആൾക്കാർ, ഇപ്പോൾ ഈ സ്ത്രീകളെ കാണാൻ പറ്റൂലേ, അല്ലെങ്കിൽ അവർക്ക് ഇതേമാതിരി സമ്മതം ചോദിക്കണ്ടോ? അത് നമുക്ക് ഈ സമയത്തൊന്ന് ആലോചിക്കാവുന്നൊരു വിഷയം നിലക്കാണ് നമ്മൾ പറയുന്നത്. അവിടെ സത്യത്തിൽ അതും പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ വിഷയം. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും പറയുന്ന, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണെന്ന് വെച്ചാൽ, നമ്മൾ പെണ്ണുങ്ങളെ കാണുന്നതാണ് കുഴപ്പം. ആണുങ്ങൾ പെണ്ണുങ്ങളെ കാണാൻ പാടില്ല, ആണുങ്ങൾ കാണാൻ പാടില്ല. അത് ആണുങ്ങൾക്കുള്ളൊരു നിയമമാണ്, ആണുങ്ങൾക്കുള്ളൊരു റൂളാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരിക്കലും അല്ല. പെണ്ണിന് ആണുങ്ങളെ എന്നിട്ടും കാണാൻ പാടില്ല. ആണ് പെണ്ണിനെ കാണാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ പെണ്ണ് ആണിനെയും കാണാൻ പാടില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓരോ കാര്യങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു വന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരിൽ 1-2 ആൾക്കാർ അവിടെ നബിയുടെ മുമ്പിൽ നബിയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, ഇസ്തിത്തിറ, നിങ്ങൾ മറയിലേക്ക് പോയിക്കോളൂ, ഒരാണ് വന്നിരിക്കല്ലേ, ഒരു അന്യ ആണ് വന്നിരിക്കല്ലേ. അപ്പോൾ അവർ ചോദിച്ചു നബിയോട്, അദ്ദേഹത്തിന് കണ്ണ് കാണാത്ത ആളാണല്ലോ, അദ്ദേഹത്തിന് ഞങ്ങൾ കാണില്ലല്ലോ, പിന്നെ എന്തിനാ ഞങ്ങൾ ഇവിടുന്ന് മറയേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ അംയാവാനി അൻതുമാ,
നിങ്ങൾ രണ്ടുപേരും അന്ധകളാണോ? നിങ്ങൾ അങ്ങോട്ട് കാണൂലേ? അപ്പോ അത് നബിയുടെ വലിയൊരു തിരുത്താണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഏറെ പ്രസക്തി അർഹിക്കുന്ന ഒരു തിരുത്താണ്. നമ്മൾ ആണുങ്ങൾ പെണ്ണുങ്ങളെ കാണാൻ പാടില്ല, ആണുങ്ങൾ പെണ്ണുങ്ങളെ കാണാൻ പാടില്ല, പെണ്ണുങ്ങൾക്ക് എന്തും കാണാം, അങ്ങനെയല്ല. മറിച്ച് ആണുങ്ങൾ പെണ്ണുങ്ങളെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞതിനെല്ലാം പെണ്ണുങ്ങൾ ആണുങ്ങളെയും കാണാൻ പാടില്ല എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് ആ സമയത്ത് പറഞ്ഞു എന്ന് മാത്രം. ഏതായിരുന്നാലും ഇവിടെ ഈ 61 ആയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ്. ഈ സാംസ്കാരിക അധ്യാപനം, ഈ സാംസ്കാരിക പാഠങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ആകത്തുക. ഏതായിരുന്നാലും നോക്കാം. ലൈസ അലൽ അഅ്മാ ഹറജ് വലാ അലൽ അഅ്റജി ഹറജ് വലാ അലൽ മരീളി ഹറജ് ولا على أنفسكم أن تأكلوا من بيوتكم أو بيوت آبائكم أو بيوت أمهاتكم أو بيوت إخوانكم أو بيوت أخواتكم أو بيوت أعمامكم أو بيوت عماتكم أو بيوت أخوالكم أو بيوت خالاتكم أو ما ملكت مفاتحه أو ما ملكتم مفاتحه أو صديقكم ليس عليكم جناح أن تأكلوا جميعا أو أشتاتا فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة كذلك يبين الله لكم الآيات لعلكم تعقلون. ഇവിടെ കുറേതരം വിഷയങ്ങൾ പറയുന്നുണ്ട്. അതായത് നമുക്ക് ആരുടെ എല്ലാം വീട്ടിൽ പോകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആദ്യം നമുക്ക് ഈ ആയത്തിൻ്റെ അർത്ഥം പറയാം. ആദ്യമായിട്ട് അള്ളാഹു പറയുന്നത് ലൈസാനൽ അഅ്മ ഹറജ്, അന്ധന്മാർക്ക് കുറ്റമില്ല. വല അലൽ അഅ്റജി ഹറജ്, മുടന്തന്മാർക്കും കുറ്റമില്ല. വല അലൽ മരീദി ഹറജ്, രോഗികൾക്കും കുറ്റമില്ല. ഇത് ഇത്രമാത്രമാണ് പറയുന്നത്. അവിടെ പറയുന്നതാണ് ശാരീരിക വൈകല്യമുള്ളവരാണ് ഈ 3 പേരും. അവര് ജിഹാദ് യാത്ര പോലുള്ള നിർബന്ധ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് ഒഴിവ് കഴിവുണ്ട് എന്നാണ് ഈ പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പലപ്പോഴും അങ്ങനെ വന്ന് കാര്യങ്ങൾ അങ്ങനെ പറയുകയും പരിഭവം രേഖപ്പെടുത്തുകയും ചെയ്യുന്നവർ. ആ സമയത്താണ് ഇത് ഇറങ്ങിയത്. അതായത് ചില നല്ല സഹാബിമാർ ഞങ്ങൾക്ക് യുദ്ധത്തിന് പോകാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറയുന്ന, മാത്രമല്ല ചില ആൾക്കാർ എന്താ ഓനെയും കൊണ്ടുപോകണം എന്ന് പറയുന്ന സാഹചര്യം. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? സത്യത്തിൽ ഈ ശാരീരികമായ വൈകല്യമുള്ള ആൾക്കാർ യുദ്ധത്തിന് പോകണോ പോകണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ തീരുമാനമാക്കുന്നത്. അപ്പോൾ ആയത്തിൻ്റെ ആദ്യ ഭാഗം അതാണ് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് വല അല അൻഫുസിക്കും, നിങ്ങൾക്കും കുറ്റമില്ല. അൻതഅ്കുലൂ മിൻ ബുയൂത്തിക്കും, നിങ്ങൾക്ക് സ്വന്തം വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ഔ ബുയൂത്തി ആബായിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരുടെയോ, ഔ ബുയൂത്തി ഉമ്മഹാത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാക്കന്മാരുടെയോ, ഔ ബുയൂത്തി ഇഖ്വാനിക്കും, നിങ്ങളുടെ സഹോദരന്മാരുടെയോ, ഔ ബുയൂത്തി അഖ്വാത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാരുടെയോ, ഔ ബുയൂത്തി അമാമിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃവ്യന്മാരുടെ വീടുകളിൽ നിന്നോ, ഔ ബുയൂത്തി അമ്മാത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മായിമാരുടെ, അതായത് പിതൃ സഹോദരിമാരുടെ വീട്ടിൽ, ഔ ബുയൂത്തി അഖ്വാലിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മാവന്മാരുടെ മാതൃ സഹോദരന്മാരുടെ, ഔ ബുയൂത്തി ഖാലാത്തിക്കും, അല്ലെങ്കിൽ മാതൃ സഹോദരിമാരുടെ, ഔ മാ മലക്തും മഫാത്തിഹ, അല്ലെങ്കിൽ നിങ്ങൾ ഉടമയാക്കിയ അവിടെ പിന്നെ നിങ്ങൾ താക്കോൽ കൈവശം നിങ്ങൾ ഇവരുടെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഔ മാ മലക്കത്ത് ഐമാനിക്കും, നിങ്ങൾ ഔ മാ മലക്കത്തും മഫാത്തിഹു, നിങ്ങൾക്ക് ഉടമാവകാശമുള്ള വീട്ടിൽ നിന്ന്, ഓക്കെ, അതായത് നിങ്ങളുടേതായ വീടുകളിൽ അങ്ങനെ കഴിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനെ കഴിക്കുന്നതിൽ പ്രശ്നമില്ല. ഭക്ഷണം കഴിക്കുന്നതിൽ പ്രശ്നമില്ല.
അതായത് ഹിജാബിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ വസതിയിൽ നിന്ന്, അതുപോലെ തന്നെ സ്വന്തം അധീനതയിലുള്ള വീടിൽ നിന്ന് ഒറ്റക്കായിരുന്നിട്ടോ അല്ലെങ്കിൽ കൂട്ടമായിട്ടോ ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റില്ല. അതിൽ യാതൊരു കുഴപ്പവും ഇല്ല. അവിടെ ആ താക്കോലിൻ്റെ കാര്യം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഏർപ്പാട് അന്നത്തെ കാലത്ത് അവർക്കുണ്ടായിരുന്നു. ഒരു വീട്ടുകാർ അവരൊരിക്കലും യാത്ര പോകുന്ന സമയത്ത് അയൽക്കാരുടെ കയ്യിൽ താക്കോൽ കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനും കുഴപ്പം ഇല്ല എന്നാണ്. പിന്നെ അള്ളാഹു പറയാണ് എന്താണ്, നിങ്ങൾ പിന്നെ കൂട്ടമായിരുന്നോ അല്ലെങ്കിൽ ഒറ്റക്കായിരുന്നോ എങ്ങനെ വെച്ചാലും കഴിക്കാം, കുഴപ്പമില്ല. ഓക്കെ. പിന്നെ പറഞ്ഞത് വേറെ വിഷയമാണ്. എന്താണ്, ഫൈദാ ദഖൽതും ബുയൂതൻ, നിങ്ങൾ ചില വീടുകളിലേക്ക് കടന്നാൽ, ഫസല്ലിമു അലാ അൻഫുസിക്കും, നിങ്ങൾക്കുമേൽ തന്നെ സലാം പറയുക. നിങ്ങൾക്കുമേൽ തന്നെ സലാം പറയുക. തഹയ്യത്തൻ മിൻ ഇൻദില്ലാ, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള അഭിവാദ്യം എന്ന നിരക്ക്. ബാറക്കത്തൻ ത്വയ്യിബത്തൻ, ബർക്കത്തുള്ള അനുഗ്രഹീതമായ ശുദ്ധമായ. അതായത് ഇവിടെ പറയുന്ന പിന്നെ ഈ ആയത്തിൻ്റെ ഈ ഭാഗത്ത് പറയുന്ന വിഷയം എന്ന് പറയുന്നത്, ഏത് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ സലാം പറയണം എന്നതാണ് ഒന്നാമത്തായി ഒരു കാര്യം. രണ്ടാമത്തേത്, അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല നിങ്ങൾ സലാം സ്വീകരിക്കുക. എന്നാൽ എന്ത് ചെയ്യണം, നിങ്ങൾ പരസ്പരം സലാം പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി അങ്ങനെ പരസ്പരം പറയാൻ ഒന്നിലധികം ആൾക്കാരും ഇല്ലെങ്കിലോ, എന്നാൽ അവിടെ ഉറക്കെ സലാം പറയണം. അവിടെയുള്ള മറ്റുള്ള സൃഷ്ടികളും മറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കെല്ലാവർക്കും വേണ്ടി. അങ്ങനെ ഫൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസിക്കും, സല്ലിമു അലാ അൻഫുസിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം സലാം പറയുക. അല്ലാഹുവിൻ്റെ തഹയ്യത്തിന് കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ആയത്തുകളെ വിശദീകരിച്ച് തരുന്നു. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ആയത്തിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അന്ധന്മാർ അല്ലെങ്കിൽ വൈകല്യമുള്ളവർ, രോഗമുള്ളവർ, അവർക്കൊന്നും യുദ്ധത്തിൽ പങ്കാളിക്കാതിരിക്കുക എന്ന് പറയുന്നത് കുറ്റകരമല്ല. ഒരു യുദ്ധത്തിന് പോയിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത്, വേറെ കുറ്റമില്ലാത്തൊരു കാര്യം എന്താ, നമ്മുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ചങ്ങാതിമാരുടെ വീടുകളിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചോളണം, മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നില്ല. പക്ഷേ അവിടെ അതിൻ്റെ ഉള്ളിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, മേൽ പറഞ്ഞ നിലക്കുള്ള ഹിജാബൊക്കെ പാലിച്ചുകൊണ്ട്, ആണ് പെണ്ണിൽ നിന്നും പെണ്ണ് ആണിൽ നിന്നും കൃത്യമായ അകലം പാലിച്ചുകൊണ്ട്, ബന്ധുക്കളല്ലാത്ത ആൾക്കാരിൽ നിന്ന് അകലം പ്രാപിച്ചുകൊണ്ടായിരിക്കണം അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് കൂട്ടമായിരുന്ന് ഭക്ഷണം കഴിക്കാം, അല്ല ഒറ്റക്കായിട്ടും ഭക്ഷണം കഴിക്കാം. പിന്നെ ഒരു വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം സലാം പറയണം. പരസ്പരം സലാം പറയാൻ കഴിയുന്നൊരു സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങൾ പരസ്യമായി സലാം പറയുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങളെല്ലാമാണ് അള്ളാഹു ഈ 61-ാമത്തെ ആയത്തിൽ പറയുന്നത്. നമുക്കിനി 62-ാമത്തെ ആയത്താണ് പഠിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.